പിന്നെ ഇവിടെ ഈ വഖഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ RSS ലോഷാന പാടുകയാണ്. വഖഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്. നിങ്ങൾ കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. RSSനെ നിങ്ങൾ മറക്കാൻ പാടില്ല. മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. RSS ഈ രാജ്യത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ്. ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ RSSനോടൊപ്പം പോയി. ഞങ്ങൾക്കൊരു വിഷമമില്ല. RSSനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ, നിങ്ങളെയൊന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ തന്റേടവും മാനത്വവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നോടൊപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കാര്യം എന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇനി ഒരു ദിവസം വരും RSS അവരുടെ കരാരഹസ്തങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ വരണം. അന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ക്രൈസ്തവരായ വർഗീയവാദം വെച്ച് വിളമ്പുന്നവർ മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളൊന്ന് തിരിച്ചറിയണം, ഇവിടെ ഒരു സവർണ രാഷ്ട്രീയത്തിന്റെ അപകടങ്ങളെ പറ്റി അതിന്റെ കൃത്യമായ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകേണ്ടുന്നതുണ്ട്. ഇന്നിപ്പോ മുസ്ലിമുകൾക്കെതിരെ ഒരു നിയമവുമായി സംഘപരിവാരം വന്നിട്ടുണ്ട് എങ്കിൽ സംഘപരിവാരത്തിനൊരു ലക്ഷ്യമുണ്ട്. ഇന്ത്യ രാജ്യത്തെ അവർക്കൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. ആ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ സംഘപരിവാരത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളാണ്. ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ മുസ്ലിമുകൾ കൊണ്ട് അവരുടെ ശത്രുത തീരുന്നില്ല. സംഘപരിവാരം പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടാമത്തെ ശത്രുക്കൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ്. ഇപ്പൊ പൗരത്വം കൊടുക്കാന്നൊക്കെ പറയും. ഇപ്പൊ പല ക്രൈസ്തവ സഹോദരങ്ങളും കാര്യങ്ങളെ തിരിച്ചറിയാതെ ലൗ ജിഹാദിന്റെ വാക്കുകളുമൊക്കെ പറഞ്ഞ് പല സഭകളും സംഘപരിവാരത്തിന്റെ കൂടെ ചേരുന്നുണ്ട്. ടിപ്പു സുൽത്താനെ തീവ്രവാദിയായും കൊള്ളരുതായ്മക്കാരനായുമൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി കേട്ട് പല കാവ്യച്ഛന്മാരും അവരുടെ കൂടെ കൂടുന്നുണ്ട്. പക്ഷേ ഒന്ന് തിരിച്ചറിയണം, രാജ്യത്തെ മുസ്ലിമുകളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ സംഘപരിവാരത്തിന് അടുത്തത് കൈകാര്യം ചെയ്തേണ്ടത് ക്രിസ്ത്യാനികളെയാണ്. അത് പലപ്പോഴും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഒഡീഷയിലും രാജസ്ഥാനിലുമൊക്കെ നടക്കുന്നത് എന്താ? ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിൽ നമ്മൾ കണ്ടില്ലേ, പരസ്യമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ച ക്രൈസ്തവ പാസ്റ്റർമാരെ സംഘപരിവാരത്തിന്റെ ഗുണ്ടകൾ പിടിച്ചു നിർത്തി ചാണകവെള്ളം കലക്കി തലയിലൂടെ ഒഴിച്ചു കൊടുത്ത രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 10-20 കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കാൻ വന്ന ക്രൈസ്തവ മിഷനറി പ്രവർത്തകരായ ഗ്രഹാം സ്റ്റെയ്സൺ എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ പിഞ്ചുമക്കളെയും രാത്രിയുടെ നിശബ്ദതയിൽ വാഹനത്തിനുള്ളിലിട്ട് തീയിട്ട് കരിച്ചരിച്ച് ചുട്ടുകൊന്നു കളഞ്ഞ സംഘപരിവാരത്തിന്റെ ക്രൂര ചെയ്തികളെ ക്രൈസ്തവ സഭകളും സമൂഹങ്ങളും മറക്കാൻ പാടില്ല. കർത്താവിന്റെ മണവാട്ടികളായി മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന എത്രയോ സഹോദരിമാരുടെ മാനമ്പിച്ച് ചിന്തിയ സംഘപരിവാരം അവർക്ക് ക്രൈസ്തവ സമൂഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമുകൾ കഴിഞ്ഞാൽ സംഘപരിവാരത്തിന് കൈകാര്യം ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളെയാണ്. മൂന്നാമത് സംഘപരിവാരം ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരായ സഹോദരങ്ങളെയാണ്. അതുകൂടി കഴിഞ്ഞാൽ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് ഏത് ഹിന്ദു രാഷ്ട്രമാണ്? മുമ്പ് ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ സവർണ ബ്രാഹ്മണ വരേണ്യ ആധിപത്യമുള്ള ഹിന്ദു രാഷ്ട്രം. മനുസ്മൃതിയുടെ നിയമമായിരിക്കും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. 6000-ൽ ജാതികളുടെയും ഉപജാതികളുടെയും നിയമം ഇവിടെ കൊണ്ടുവരും. ബ്രാഹ്മണന്മാരെന്ന പേരിൽ, വൈശ്യന്മാരെന്ന പേരിൽ, ക്ഷത്രിയന്മാരെന്ന പേരിൽ, ശൂദ്രന്മാരെന്ന പേരിൽ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളിലാക്കും. എന്നിട്ടോ പ്രായപൂർത്തിയെത്തിയ കീഴാള കുടുംബത്തിലെ പുരുഷന്മാർക്ക് മൂക്കിന് കീഴെ മീശ വളർത്താനെന്ന അവകാശമുണ്ടാകില്ല. പ്രായപൂർത്തിയെത്തിയ കീഴാള കുടുംബത്തിലെ അമ്മ പെങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ, നാണം മറയ്ക്കാൻ അവകാശമുണ്ടായിരിക്കില്ല.
പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശമില്ല, പൊതുക്കുളത്തിൽ കുളിക്കാനുള്ള അവകാശമില്ല, ഇവിടുത്തെ എല്ലാ ക്ഷേത്രത്തിലും കയറിയിട്ട് ആരാധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടാകില്ല. ഇവിടുത്തെ ദലിതന്മാരെയും ഇവിടുത്തെ കീടാളന്മാരുടെയും ഇവിടുത്തെ പുലയന്മാരെയും ഇവിടുത്തെ പലയന്മാരെയും ഇവിടുത്തെ കീടാളന്മാരെയും ഒക്കെ ചവിട്ടത്തേക്കുന്ന മനുസ്മൃതിയുടെ നിയമം കൊണ്ടുവരുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത്. പാടത്തും പറമ്പത്തും കല്ലിനോടും മണ്ണിനോടും പടവെട്ടി പൊന്നു വിളയിക്കുന്ന കീഴാളന്മാർക്ക് അർഹമായ കൂലി കൊടുക്കില്ല തമ്പ്രാക്കന്മാർ. ആരെങ്കിലും തമ്പ്രാക്കന്മാരോട് കൂലി ചോദിച്ചാൽ കൂലി ചോദിക്കുന്ന ചെളിപ്പാടത്തിൽ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊന്നുകളയും. കീഴാളന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പറമ്പിൽ എവിടെയെങ്കിലും കുഴികുത്തി അതിൽ ഇലയിട്ട് നാൽക്കാലികൾക്ക് കൊടുക്കുന്നത് പോലെയായിരിക്കും. വെള്ളം കൊടുക്കുന്നത് മുളവെട്ടിയ പാത്രങ്ങളിലും ചിരട്ടകളിലുമായിരിക്കും. മൃഗങ്ങളുടെ പരിഗണന പോലും ആ പാവങ്ങൾക്ക് നൽകപ്പെടുകയില്ല. അങ്ങനെ പൊതുവഴിയിലൂടെ മേലാളന്റെ പല്ലക്കുജമെന്ന് വരുന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദം കേട്ട് 30 അടി വാരത്തിൽ അധികം മാറി നിന്നിട്ട് യശ്രമാ തമ്പ്ര എന്ന് കൈകൂപ്പിയിട്ട് തല താഴ്ത്തിയിട്ട് വിളിക്കാൻ വിധിക്കപ്പെടുന്ന രാജ്യത്തെ കീഴാളന്മാരുടെയും ആദിവാസികളുടെയും ദലിതുകളുടെയും ഒരു ഇന്ത്യ. ആ ഇന്ത്യയാണ് സംഘപരിവാരത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സംഘപരിവാരത്തിന് ആദ്യം മുസ്ലിമുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. കാരണം സംഘപരിവാരത്തിന്റെ വരേണ്യ സവർണ ബ്രാഹ്മണ മാടമ്പിസത്തെ തകർത്തു കളഞ്ഞത് ഇവിടുത്തെ മുസ്ലിമുകളായിരുന്നു. ഇവിടുത്തെ കീഴാളന്മാരോടൊപ്പം മുസ്ലിമുകൾ സഹകരിച്ചു, അവരോട് സഹവസിച്ചു, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അവർക്ക് നല്ല ജോലി കൊടുത്തു, അവരോടൊപ്പം നിന്ന് ജോലി ചെയ്തു. മഹാനായ ടിപ്പു സുൽത്താൻ റഹിമഹുള്ള കേരളത്തിന്റെ മണ്ണിലൂടെ കടന്നുപോയപ്പോൾ മാറുമറയ്ക്കാത്ത അവർണ കുടുംബത്തിലെ അമ്മ പെങ്ങന്മാർക്ക് സവർണന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് മാറുമറയ്ക്കാൻ ടിപ്പു സുൽത്താൻ ചേല വിതരണം ചെയ്തു. ഇന്നും തൃശൂർ ചേലക്കര എന്നു പേരുള്ള നാട് സ്ഥിതി ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ചരിത്രവും അത് തന്നെയാണ് എങ്കിൽ നാം തിരിച്ചറിയണം, മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്താലേ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നതായ ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടത്തെ അവർണരെ അടിച്ചമർത്തി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിമുകളെ രാജ്യത്ത് നിന്നില്ലായ്മ ചെയ്യണം. നമുക്കറിയല്ലോ, ഇപ്പൊ തന്നെ സംഘപരിവാരം മനുസ്മൃതിയുടെ നിയമങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും അവർ നടപ്പിലാക്കിയിട്ടില്ലേ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞിട്ട് പാവപ്പെട്ട കീഴാള കുടുംബത്തിലെ അമ്മ പെങ്ങന്മാരെ പരിപൂർണ നഗ്നരാക്കിയിട്ട് പരസ്യ വിചാരണയ്ക്ക് വിധേയരാക്കുന്നുണ്ട് സംഘപരിവാരം. ദലിതുകൾ പഠിക്കുവാനോ ഉയരുവാനോ പാടില്ല. അവർ മേലാളന്മാരുടെ മലഞ്ചുമക്കാനും ചെരുപ്പ് കുത്താനും വിധിക്കപ്പെട്ടവരെന്നതിന്റെ നിയമം കൊണ്ടുവന്നിട്ട് രോഗിത്വമില എന്ന ഗവേഷണ വിദ്യാർത്ഥിയായ ചെറുപ്പക്കാരനെ പോലും പടിയടച്ച് പിണ്ടം വെച്ച് ചാണകവെള്ളം തെളിച്ചിട്ട് ശുദ്ധികലശം നടത്തുമ്പോൾ എന്റെ ജനനമാണ് എന്റെ ശാപമെന്ന് പറഞ്ഞൊരു ജാൻ കയറിൽ ആ ചെറുപ്പക്കാരൻ ജീവൻ എടുക്കേണ്ടി വന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോഴും ഗുജറാത്തിലും മുനയിലും പല സ്ഥലങ്ങളും ഉൾപ്പെടെ തെരുവോരങ്ങളിൽ ചത്തുപോയി ദിവസങ്ങൾ പഴക്കമുള്ള ചീഞ്ഞു നാറുന്ന പുഴുവരിക്കുന്ന പശുവിന്റെ തോലുരിച്ചെടുത്ത് കടകമ്പോളങ്ങളിൽ കച്ചവടം ചെയ്തിട്ട് കുടുംബത്തിന്റെ പട്ടിണി മാറ്റാമെന്ന് കരുതുന്ന പാവപ്പെട്ട ദലിതുകളായ സഹോദരന്മാരെ പട്ടാപ്പകല് പൊരിവെയിലത്ത് പോസ്റ്റിൽ കെട്ടിയിട്ട് പേപ്പട്ടികളെ പോലെ തല്ലിച്ചതയ്ക്കുന്ന സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തില് ഇവിടുത്തെ കീഴാളന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതണ്ട. 10ഉം 11ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും മേലാളന്റെ പറമ്പിലൂടെ കടന്നു എന്നതിന്റെ പേരിൽ തല്ലിക്കൊന്നില്ലേ സംഘപരിവാരം. 1.5 വയസ്സുള്ള ദലിത് കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുപോലും പൊതുവഴിയിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്ത സംഘപരിവാരം സൃഷ്ടിച്ചെടുക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ ഇന്ത്യ രാജ്യത്തെ കീഴാളന്മാർക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതണ്ട. അതുകൊണ്ട് സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത് സവർണ ബ്രാഹ്മണ മാടമ്പി തമ്പുരാക്കന്മാർ അരങ്ങുവാഴുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് എങ്കിൽ ആ ഹിന്ദു രാഷ്ട്രം പടുത്തെത്താൻ ഒന്നാമതായി ഇവിടുത്തെ മുസ്ലിമുകളെ ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടി പല കള്ളിക്കളികളും അവർ കളിക്കും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പല കപട വിശ്വാസികളെയും അവർ വിലക്കെടുക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആരും പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിം ഇവിടുന്ന് പോവൂല, ഇൻഷാ അല്ലാഹ് ഒരു ക്രിസ്ത്യാനി ഇവിടുന്ന് പോവൂല, ഇൻഷാ അല്ലാഹ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടുന്ന് പോവൂല, ഇൻഷാ അല്ലാഹ് ഒരു കീഴാളന്മാർ ഇവിടുന്ന് പോവൂല. നമ്മളൊക്കെ ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങി ഇൻഷാ അല്ലാഹ് ജീവിക്കും. നമ്മളോടൊപ്പം മര്യാദക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എങ്കിൽ
RSSകാർ ഇന്ത്യ വിട്ടുപോവുക എന്നതിലപ്പുറം ഒരു തീരുമാനം നമുക്കില്ല. അങ്ങനെ RSS ഇന്ത്യ വിട്ടു പോകുമ്പോ വെറും കൈയോടുകൂടി പോകണ്ട. അബ്ദുള്ള കുട്ടിയും കൂടെ കൊണ്ടുപോയേക്കുക, മുഖ്താർ അബ്ബാസ് നഖ്വിയും കൂടെ കൊണ്ടുപോയേക്കുക, ആരിഫ് മുഹമ്മദ് ഖാനെയും കൂടെ കൊണ്ടുപോയേക്കുക. നിങ്ങളുടെ വേസ്റ്റുകൾ ചുമക്കാൻ ഇന്ത്യക്കാർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് RSS ഇന്ത്യ വിട്ടുപോവുക. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSS ഇന്ത്യ വിട്ടുപോവുക. വെള്ളക്കാരോടൊപ്പം ചേർന്ന RSS ഇന്ത്യ വിട്ടുപോവുക. രാജ്യത്തിന്റെ ബഹുമാന്യനായ രാഷ്ട്രപിതാവിന്റെ മാറിടത്ത് വെടിവെച്ചു കൊന്ന RSS ഇന്ത്യ വിട്ടുപോവുക. കലാപങ്ങൾ നടത്തി പിഞ്ചോമന മക്കളെയും സ്ത്രീജനങ്ങളെയും പോലും മാനം പിച്ച് ചീന്തി അതിക്രൂരമായി ചിട്ടരിച്ചു കൊന്ന് അവരുടെ ഗർഭിണികളുടെ അടിവയറിൽ തൃശൂലം കുത്തിക്കയറ്റി വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് തീയിലിട്ട് കരിച്ച RSS ഇന്ത്യ വിട്ടുപോവുക. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ജനാധിപത്യം അംഗീകരിക്കാത്ത, മതേതരം അംഗീകരിക്കാത്ത RSS ഇന്ത്യ വിട്ടുപോവുക. അങ്ങനെ RSS സിദ്ധാന്തത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയടിക്കുന്നത് വരെയും ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇൻഷാ അല്ലാഹ് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട്, പണ്ഡിതന്മാരോട്, വിദ്യാർത്ഥികളോട് വിളിച്ചു പറയട്ടെ, ഇത് നമ്മുടെ ഒടുക്കത്തെ സമരമല്ല, ഇത് നമ്മുടെ തുടക്കം മാത്രമാണ്. ഇനി ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ, ഇനി ഇതിലും വലിയ പോരാട്ടങ്ങൾ, ഇതിലും വലിയതായ സമരമുറകൾ എത്ര തന്നെ പോലീസിനെയും പട്ടാളത്തെയും നിരത്തി നിർത്തിയാൽ ലാത്തികളും തോക്കുകളും ബാരിക്കേഡുകളും ഒക്കെ രാജ്യത്തിന്റെ തെരുവുകളിലൂടെ പാറിപ്പറക്കുന്ന പോരാട്ടങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി രക്തസാക്ഷിത്വത്തെ മോഹിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. ഇവിടെയാണ് RSSകാര് മതം പറഞ്ഞിട്ട് ഭിന്നിപ്പിക്കാൻ നോക്കുന്നത്. അപ്പൊ എന്താ പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ, പ്രക്ഷോഭങ്ങളൊക്കെ അസർ മഗ്രിബ് ഇശാഇനിടയിലാണ് നടക്കുന്നത്. നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോ പലയിടങ്ങളിലും അമ്പലങ്ങളുടെ മുറ്റങ്ങളിലും ചർച്ചുകളുടെ മുറ്റങ്ങളിലും മുസ്ലിമുകൾക്ക് വേണ്ടി നിസ്കാരപ്പായ വിരിക്കാൻ ഇന്ത്യയിലായ അമുസ്ലിമുകൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ RSSകാർ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, മതത്തിന്റെ പേരിൽ ഈ സമരത്തെ നിങ്ങൾക്ക് പല തട്ടുകളിലാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയണം, സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ ഉഗ്രവിഷമുണ്ടായിരുന്ന നിങ്ങളുടെ മുൻഗാമികളുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലകറ്റാൻ അങ്ങനെയുള്ള മുൻഗാമികളായ നിന്റെയൊക്കെ തന്തമാര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണോ ഇപ്പൊ ഇവിടെ RSSകാർ വിചാരിച്ചാൽ നടക്കാൻ പോകുന്നത്? ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഒന്നിച്ചാണ്. അതുകൊണ്ട് രാജ്യത്തൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലായിരുന്നു എങ്കിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരും കൊള്ളക്കാരും തമ്മിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യക്കാരെല്ലാം, ഒരു ഭാഗത്ത് മറുഭാഗത്തിന്റെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരായ RSSകാർ. ഇപ്പോ കേരളത്തിൽ ഇങ്ങനെ വലിയ വീരവാദം മുഴക്കി വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് RSSകാര് നടക്കും. ഗുജറാത്ത് മറന്നിട്ടില്ലല്ലോ, ഗുജറാത്ത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, അന്ന് ഒരു തൃശ്ശൂലൊന്നും അകത്ത് വെച്ചിട്ടില്ല. RSSകാർ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോ, ഗുജറാത്ത് ഞങ്ങൾ മറന്നിട്ടില്ലടോ, എല്ലാം ഞങ്ങൾ കൃത്യമായി വരവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. പിന്നെ ഈ ഗുജറാത്ത് ഓർമ്മിപ്പിക്കുന്ന എന്താ? അവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ വെട്ടിയും കുത്തിയും വയറുകീറിയും തീയിട്ട് കരിച്ചു മരിച്ചുമൊക്കെ കൊന്നുകളഞ്ഞ പോലെ വേണമെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങളത് വീണ്ടും ആവർത്തിച്ചേക്കാം എന്നൊരു ധ്വനിയൊക്കെ ഉയർത്തി RSS ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയാണ് എങ്കിൽ RSSകാരൊരു തിരിച്ചറിയുക, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഗുജറാത്ത് ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ, ഇങ്ങോട്ട് ഗുജറാത്താണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് RSSകാരെ തിരിച്ചങ്ങോട്ടും ഗുജറാത്ത് തന്നെ ആയിരിക്കും. മറ്റൊരു തീരുമാനവും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക. പക്ഷെ നടക്കുന്ന എന്താണെന്നറിയോ? ആസാമില് RSSകാരനായ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു ഏണി ചാരി വെച്ചിട്ട് മതില് ചാടിയിട്ട് രക്ഷപ്പെടുക.
RSSകാരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് പൊന്നുമക്കളെ, വീട്ടില് നല്ല ഉറപ്പുള്ള ഓരോ ഇരുമ്പേണി വാങ്ങിച്ചു സൂക്ഷിച്ചു വെച്ചോ. നാളെ ഒരു ദിവസം പാതിരാത്രി മതില് ചാടി രക്ഷപ്പെടാനെങ്കിലും ഉപകരിക്കപ്പെട്ടേക്കും. ആ അവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തിച്ചേർന്നിരിക്കുകയല്ലേ. ഇന്ത്യ രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ യുദ്ധം ഇവിടെ തുടങ്ങിയത് RSSകാരായ ഭരണാധികാരികളാണ്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചു പറയുന്നു, ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ് എങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്, ഈ യുദ്ധത്തിന്റെ അവസാനം വിജയം കൈവരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലെ ജനങ്ങളായിരിക്കുമെന്നുള്ളത് RSSകാരും ഇവിടുത്തെ ഭരണാധികാരികളും തിരിച്ചറിഞ്ഞുകൊള്ളുക. രാജ്യം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ RSSകാരെ പാവം ഒരുപാട് സ്വപ്നം കണ്ടുപോയി. മുസ്ലിങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങ് ഓടിപ്പോകുമ്പോ നമ്മുടെ സ്വത്തും സമ്പത്തും ഒക്കെ പിടിച്ചെടുക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നു പോയി. ടൗണുകളിലുള്ള മാളുകളും കണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സും കണ്ട്, കടകമ്പോളങ്ങളും ഒക്കെ കണ്ട് അതൊക്കെ അങ്ങ് വീതിച്ചെടുക്കാൻ നമ്മളൊക്കെ ഇവിടുന്ന് അങ്ങ് പോവും. RSSകാരൊക്കെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഇതിപ്പോ പഴയ ഇന്ത്യയൊന്നും അല്ല, ഇതിപ്പോ പഴയ ഇന്ത്യയൊന്നുമല്ല. പണ്ട് നിന്റെയൊക്കെ തൃശൂലങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന കുത്തുബുദ്ദീൻ അൻസാരിമാരെ നീയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ അവസ്ഥയൊക്കെ മാറി. ഇപ്പോഴൊക്കെ നിന്റെ കയ്യിലിരിക്കുന്ന തൃശൂലം പിടിച്ചു വാങ്ങാൻ കെൽപ്പുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള രാജ്യമാണ് ഇന്ത്യ. RSSകാരൻ അത് തിരിച്ചറിഞ്ഞോ? അതുകൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചവരാണ് എങ്കിൽ ഇവിടെ തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ജീവിക്കും, ഇവിടെ തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മരിക്കും. എവിടേക്ക് പോകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഏതെങ്കിലും ഒരു സന്ദർഭത്തില് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഇന്ത്യ വിട്ട് എവിടേക്കെങ്കിലും പോകേണ്ടുന്ന ഒരവസ്ഥ വന്നാൽ വെറും കൈയോടുകൂടി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. RSSകാരെ അങ്ങനെ പോകേണ്ടി വന്നാൽ അതിനു മുമ്പ് നിന്നെയൊക്കെ പറഞ്ഞു വിടേണ്ടടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടല്ലാതെ ഒരു മുസ്ലിം ഇവിടുന്ന് പോവില്ല. അങ്ങനെ ഒരു തീരുമാനവും നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പോരാട്ടം സംഘപരിവാർ സിദ്ധാന്തത്തിനെതിരെയായിരിക്കട്ടെ, ഈ പോരാട്ടം RSS സിദ്ധാന്തത്തിനെതിരെയാകട്ടെ. ബാബരി മസ്ജിദിന്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. 421 വർഷം ആരാധന നടത്തിയ ഒരു സ്ഥലം സംഘപരിവാരത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശ്വാസമല്ല, സംഘപരിവാരത്തിന്റെ അന്ധവിശ്വാസമാണത്. അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ഇത് കോടതിയുടെ കീഴ്വഴക്കമാവും. 3003 പള്ളികളുടെ ലിസ്റ്റ് ഉണ്ട് സംഘപരിവാരത്തിന്റെ കയ്യിൽ. മറ്റേതെങ്കിലും പള്ളി വന്ന് തകർത്തിട്ട് പിന്നെയും കേസിന് പോകുമ്പോ 421 വർഷം ആരാധന നടത്തിയ പള്ളി കൊടുത്ത കേസ് ഇവിടെ ഉണ്ട്, അത് വിട്ടുകൊടുക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കൊടുത്തൂടെ എന്ന് കോടതി ചോദിക്കും. എന്തോ മറുപടി പറയും? ഏതെങ്കിലും ചർച്ച് തകർത്തിട്ട് ഞങ്ങളുടേതാണെന്ന് സംഘപരിവാരം പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ കേസിന് പോകുമ്പോ 421 വർഷം ആരാധന നടത്തിയ സ്ഥലം ഇവന്മാരുടെ അന്ധവിശ്വാസത്തിന് വിട്ടുകൊടുത്ത കീഴ്വഴക്കം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളും വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ദലിതൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ RSSന്റെ തെമ്മാടികൾ വന്ന് കയ്യും കാലും തല്ലിയൊടിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ദലിതുകൾ റോഡിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അവന്മാരുടെ അന്ധവിശ്വാസത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്താ ഇവരുടെ പാരമ്പര്യം? വെള്ളക്കാരുടെ മുമ്പിൽ രാജ്യത്തിന്റെ അഭിമാനം വിട്ടിട്ട് മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെട്ട പാരമ്പര്യമല്ലേ RSSന്റെ നേതാക്കന്മാരുടെ പാരമ്പര്യം? എനിക്ക് മുന്നിവിടെ പലരും സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനനായ യൂസുഫ് ഉസ്താദ് അവറുകൾ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചരിത്രം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നാം എന്നറിയണം, വെള്ളക്കാരനോട് രാജ്യത്തെ തീരെഴുതി കൊടുത്ത് മാപ്പ് പറഞ്ഞ പാരമ്പര്യമാണ് RSSന്റേതെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ പാരമ്പര്യം സ്വന്തം ചോര കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ജീവാർപ്പണം നടത്താൻ തയ്യാറാണെന്ന് സ്വന്തം ചോര മുക്കിയിട്ട് കരാറെഴുതി കൊടുത്ത വക്കം അബ്ദുൽ ഖാദറിന്റെ പാരമ്പര്യമാ. അതുകൊണ്ട് RSSകാരൻ മുസ്ലിമുകളോട് പാരമ്പര്യം ചോദിച്ചിട്ട് വരണ്ട. RSSന്റെ പാരമ്പര്യം സ്വാതന്ത്ര്യ സമരത്തിന് പോയ ചെറുപ്പക്കാരെ തടഞ്ഞു നിർത്തി നിങ്ങളുടെ വീര്യം നിങ്ങൾ വെള്ളക്കാർക്കെതിരെയല്ല പ്രകടിപ്പിക്കേണ്ടത്, സംഘശക്തിക്ക് വേണ്ടി പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരെ പിന്തിരിപ്പിച്ചതാണ് എങ്കിൽ ഇന്ത്യയിലെ മുസൽമാന്റെ പാരമ്പര്യം ഇവിടെ പറഞ്ഞതുപോലെ ഖുർആനും ഹദീസും ഇസ്ലാമിക കർമ്മശാസ്ത്രവും മുന്നിൽ വെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ ഓരോ മുസൽമാന്റെയും നിർബന്ധമായ വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന മതവിധി പുറപ്പെടുവിച്ച
ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെയും ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെയും ഖാസിം നാനൂത്തവിയുടെയും റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെയും പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾ. ഇന്നും ദാറുൽ ഉലൂം ദൈവബന്ദിന്റെ മുറ്റത്തേക്ക് ചെന്നാൽ തൊട്ടടുത്തുള്ള ചത്താ മസ്ജിദിന്റെ അകത്തളങ്ങളിലേക്കുള്ള ചുവരുകളുടെ അടുക്കലേക്ക് നമ്മുടെ മൂക്കം നടുപ്പിച്ചു പിടിച്ചാൽ ഡൽഹിയുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മണ്ണെടുത്ത് നമ്മുടെ മൂക്കിലേക്കൊന്ന് അടുപ്പിച്ചു പിടിച്ചാൽ വെള്ളക്കാർക്കെതിരെ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ തുരുതുട വെടിയുതിർക്കപ്പെട്ട് ശരീരം അതിക്രൂരമായി വെട്ടിമുറിക്കപ്പെട്ട് മരങ്ങളിൽ തൂക്കിലേറ്റപ്പെട്ട് രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യയിലെ മുസ്ലിമുകളുടെ പോരാട്ട വീര്യമുള്ള പണ്ഡിതന്മാരുടെ രക്തത്തിന്റെ മണം ആ ചുവരുകൾക്കും ആ മുറ്റങ്ങൾക്കും ആ മണ്ണുകൾക്കും ഉണ്ടാകും. ഇതല്ലേ ഇന്ത്യയിലെ മുസൽമാന്റെ പാരമ്പര്യം? എന്നാൽ RSSകാരുടെ പാരമ്പര്യം എന്താണ്? RSSന്റെ പാരമ്പര്യം അറിയാൻ ഇന്ത്യയിൽ നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് പറയാൻ, പാരമ്പര്യം പറയാൻ കുത്തബ് മിനാറുണ്ട്, താജ്മഹാളുണ്ട്, അതുപോലെ തന്നെ ചെങ്കോട്ടയുണ്ട്. നമുക്ക് പറയാൻ നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദ് ഉണ്ട്. RSSകാരനോട് ഇന്ത്യയിൽ നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കുറെ കക്കൂസ് പണിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാൻ RSSകാർക്കില്ല. അതുകൊണ്ട് RSSന്റെ പാരമ്പര്യം അറിയണമെങ്കിൽ ബ്രിട്ടനിലേക്കോ പോർച്ചുഗലിലേക്കോ നമ്മൾ പോകണം. അവിടെ പോയാൽ പണ്ട് ഇന്ത്യയിൽ ഭരണം നടത്തിയ സായിപ്പന്മാരുടെ കോട്ടും സൂട്ടും ബൂട്ടും ഒക്കെ അവിടെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ഷൂസ് നമ്മൾ വാങ്ങിയിട്ട് നല്ല പോളിഷ് ചെയ്തു വെച്ചിരിക്കുന്ന ഷൂസ് ചെറിയ ഒരു ഇരുമ്പ് കഷണം കൊണ്ട് നമ്മൾ ആ പോളിഷ് ഇങ്ങനെ ചുരണ്ടി ഇളക്കിയാൽ ആ പോളിഷും പെയിന്റും ഒക്കെ ഇങ്ങനെ മാറി കഴിയുമ്പോ കുറച്ചു കഴിഞ്ഞാൽ ആ ഷൂസിൽ നിന്നൊരു വല്ലാത്ത ദുർഗന്ധം പുറത്തേക്ക് വരും. എന്ത് ദുർഗന്ധമാണെന്നറിയുമോ? ഈ ഷൂസ് ധരിച്ച സായിപ്പന്മാര് ഇന്ത്യയിൽ വന്ന ഭരണം നടത്തിയപ്പോ RSSന്റെ നേതാക്കന്മാര് ആ ഷൂസ് നക്കിക്കൊടുത്തപ്പോ അന്ന് അവരുടെ വായിൽ നിന്ന് വന്ന ദുർഗന്ധം ഇന്നും ആ ഷൂസിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇതാണ് അരനിക്കറിട്ട RSS തെമ്മാടികളുടെ തന്തകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇവനാണ് ഇന്ത്യയിലെ മുസൽമാനോട് പാരമ്പര്യം ചോദിച്ചു വരുന്നത്. ഇന്ന് നോമ്പ് പിടിച്ചിട്ട് നാളെ തന്നെ പരിഹാരം കാണുമെന്നൊന്നും നമുക്ക് ധൃതിയൊന്നുമില്ല. ഫറോവയ്ക്കെതിരെ മൂസാ നബി ദുആ ചെയ്ത് 40 വർഷം കഴിഞ്ഞിട്ട് ആ പടച്ചവൻ തീരുമാനമെടുത്ത്. അബൂലഹബ് നശിക്കട്ടെ എന്ന ആയത്തിറങ്ങി 15 വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു തീരുമാനമെടുത്തത്. എന്ന് മാത്രമല്ല, അബ്ദുള്ളക്കുട്ടിമാരൊന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതും ഞങ്ങൾ ദുആ ചെയ്യുന്നതുമൊക്കെ CAA എന്ന നിയമം പിൻവലിക്കാനാണ് എന്ന് അബ്ദുള്ള കുട്ടിയോട് ആരാ പറഞ്ഞത്? ആ തെറ്റിദ്ധാരണ മാറ്റിവെക്കുക. ഇൻഷാ അല്ലാഹ് RSSന്റെ ശവപ്പെട്ടിയിൽ അവസാന അടിയടിക്കുന്നത് വരെയും ഞങ്ങളുടെ ദുആക്കളും ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. അബ്ദുള്ള കുട്ടിമാർ ധൃതി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോഴും അയാളുടെ റോൾ എന്താന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഹിന്ദു പുരാണങ്ങളിലൊക്കെ നേരിട്ട് ആണുങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഇടയ്ക്ക് ശിഖണ്ഡികളെ നിർത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടവർ. അങ്ങനെ ഒരു പരിപാടിയുണ്ട് കേരളത്തിൽ. ഇപ്പൊ RSSകാർക്ക് നേരിട്ട് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ഇടയ്ക്ക് നിർത്താൻ ഒരു ശിഖണ്ഡിയെ വേണം. ആ കാര്യത്തില് RSSകാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന നല്ല ഒന്നാം തരം ആണും പെണ്ണും കെട്ട സാധനം അത് അബ്ദുള്ളക്കുട്ടി തന്നെയാണ്. അത് അബ്ദുള്ളക്കുട്ടി മാത്രമാണ്. ഇങ്ങനെ പല ആളുകളെയും വിളിച്ചിട്ട് കളിക്കും. പിന്നെന്താ, ഇടയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന, വസ്ത്രം കണ്ടാൽ പ്രക്ഷോഭകരെ തിരിച്ചറിയാം. താടി ഉണ്ടാവും, തൊപ്പി ഉണ്ടാവും, നിസ്കാരത്തഴമ്പുണ്ടാവും, പർദ്ദയുണ്ടാവും, മഫ്തയുണ്ടാവും. പക്ഷെ എന്തു പറ്റി? പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കി നിമിഷങ്ങൾക്കുള്ളിൽ പ്രക്ഷോഭകരിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ വസ്ത്രം അഴിച്ചിട്ട് തന്റെ പൂണൂല് കാണിച്ചു കൊടുക്കുന്നു എങ്കിൽ മുസ്ലിമുകളോടൊപ്പം ആത്മാഭിമാനത്തോടൊപ്പം നിൽക്കുന്നതായ ഹിന്ദു സഹോദരന്മാരുള്ള ഈ നാട്ടിൽ എത്ര അബ്ദുള്ള കുട്ടിമാരെ RSS വിലക്കെടുത്താലും നമുക്കെന്താ? നമുക്കതൊരു പ്രശ്നമാണോ? വസ്ത്രം അഴിച്ചു വെച്ച് കുരിശുമാല ഊരി വെച്ച് നെറ്റിയിൽ ചാർത്തിയിരുന്ന ചന്ദനം മായിച്ചു കളഞ്ഞ് പർദ്ദയും മഫ്തയും ഇട്ട് മുസ്ലിം സഹോദരിമാരോടൊപ്പം പോരാടുന്ന ആത്മാഭിമാന ബോധമുള്ള ഹൈന്ദവ സഹോദരിമാരില്ലേ ഇന്ത്യ രാജ്യത്ത്? RSSകാർക്കോ BJPക്കാർക്കോ
ഇവനൊക്കെ പറയാൻ എന്ത് രേഖയാണുള്ളത്? ഇവനൊക്കെ പറയാൻ എന്ത് പാരമ്പര്യമാണുള്ളത്? ഇവന്റെയൊക്കെ തന്തമാര് വെള്ളക്കാരുടെ ചെരുപ്പ് നക്കിക്കൊണ്ടിരിക്കുമ്പോ, വെള്ളക്കാർക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ, വെള്ളക്കാരുടെ അടിവസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ, തീതുപ്പുന്ന തോക്കിൻകുടലുകൾ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ധൈര്യമുണ്ടെങ്കിൽ വെക്കടാ വെടി എന്ന് പ്രഖ്യാപിച്ച പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ. രാജ്യം മുഴുവനും RSSും BJPയും ഓടി നടന്നിട്ട് പരിപാടികൾ നടത്തുന്നു. ഇത് മുസ്ലിമുകളെ ബാധിക്കുന്നതല്ല എന്ന്. മുസ്ലിമുകളെ ബാധിക്കുന്നതല്ല. ആസാമിലെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമുകൾക്ക് ഇതിലൂടെ മോചനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നേതാക്കന്മാർക്ക് മറുപടിയില്ല. പക്ഷേ ഇവർ പറയുന്ന നുണകൾ ഇന്ന് രാജ്യത്തെ ജനങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. പ്രധാനമന്ത്രിക്ക് പല നാട്ടിലും പോകാൻ പറ്റുന്നില്ല, ആഭ്യന്തരമന്ത്രിക്ക് പല നാട്ടിലും പോകാൻ പറ്റുന്നില്ല. കേരളത്തിന്റെ മണ്ണിലേക്ക് പോലും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഗൃഹസമ്പർക്ക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പോഴും നട്ടെല്ലിനുറപ്പുള്ള ആൺകുട്ടികളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ തീരുമാനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ അറബിക്കടലിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നത് കണ്ടാലും RSSനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച മുൻകാല നേതാക്കന്മാരുടെ വാക്കുകൾക്ക് ഇന്ത്യ രാജ്യം മുഴുവനും കാതോർത്ത് അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് കൃത്യമായ മുസ്ലിം വിരോധത്തിന്റെ പേരിലാണ്. ഇത് ഇസ്ലാമിനോടും മുസ്ലിമുകളോടുള്ള എതിർപ്പിന്റെയും വെറുപ്പിന്റെയും പേരിലാണ്. ആ വെറുപ്പും ആ എതിർപ്പും മറനീക്കി പുറത്തു വന്ന് അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോഴും ആ എതിർപ്പിന്റെ പേരിൽ ഭരണഘടനയെ അവഹേളിക്കാൻ പോലും RSS നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരിന് മടിയില്ല എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയെ അവഹേളിക്കലാണ്. ഭരണഘടനയെ അവഹേളിക്കുന്നത് ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല, നമുക്ക് പൊറുക്കാൻ പറ്റുന്നതല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഭരണഘടനയെ അവഹേളിക്കുന്ന RSSനെ പരാജയപ്പെടുത്തി ഈ രാജ്യത്തില്ലായ്മ ചെയ്യുന്നത് വരെയും നമ്മുടെ ജനകീയമായ പോരാട്ടം ശക്തിയുക്തമായി മുന്നോട്ട് പോകേണ്ടുന്നതുണ്ട് എന്ന തിരിച്ചറിവിലോടുകൂടെയായിരിക്കണം നമ്മുടെ ഈ സമരമുഖങ്ങളിലേക്ക് കടന്നു വരേണ്ടുന്നത്. ഇവിടെ ഒരു വിസമ്മതം പ്രകടിപ്പിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടുന്നതുണ്ട്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്തളങ്ങളെ വർഗീയാധിപത്യത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി ചില കരിനിയമങ്ങൾ രാജ്യത്തെ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കുകയും അത് മാത്രമല്ല അനുസരിക്കാത്തവനൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഭീഷണി കൂടി ഭരണകൂടം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാഭിമാന ബോധമുള്ള പൗരത്വ ബോധമുള്ള ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ഭരണകൂടത്തോട് തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച കരിനിയമങ്ങളെ മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ ഉയർത്തിവിട്ടിരിക്കുന്നതായ ഭീഷണികളെയും പരമപുച്ഛത്തോടു കൂടി കണ്ട് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ വലിച്ചെറിയുന്നു. നിങ്ങളെ അനുസരിക്കുവാനോ നിങ്ങൾക്ക് കീഴടങ്ങുവാനോ ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സില്ല എന്ന് നമ്മുടെ ഈ സമരങ്ങളിലൂടെ, നമ്മുടെ പ്രക്ഷോഭങ്ങളിലൂടെ പ്രഖ്യാപിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്.